പ്രിയപ്പെട്ട സഹോദരിമാര്, വലിച്ചെറിയണം നമ്മുടെ വീട്ടിൽ നിന്ന് TV. എന്നിട്ട് മക്കളുടെ കൂടെ ചെന്നിരിക്കണം. 8 മണിയാകുമ്പോൾ ഭക്ഷണം വിളമ്പണം. എന്നിട്ട് മക്കൾക്ക് ഉമ്മയാവണം. അവരെ കൂടെ പോയി കിടക്കണം. അവരോട് കാര്യങ്ങൾ സംസാരിക്കണം. അവന്റെ വായിൽ നിന്ന് വരുന്ന മണം എന്താണെന്ന് തിരിച്ചറിയണം. ഒരു കുട്ടി കള്ളുടിക്കുക എങ്ങനെ? നിങ്ങൾ പറയും, എന്തിനാ എങ്ങനെ കുട്ടികൾ കള്ളുടിക്കുന്നത്? എങ്ങനെയാ കുട്ടികൾ കഞ്ചാവ് വലിക്കുന്നത്? എങ്ങനെയാ സിഗരറ്റ് വലിക്കുന്നത്? ഇതെങ്ങനെയാണ് വലിക്കുക? രാവിലെ ഉള്ളി തിന്നാൽ രാത്രി 11 മണിക്ക് കിടക്കാൻ പോയ എന്റെ പെണ്ണുങ്ങൾ പിടിക്കും. രാവിലെ ഉള്ളി നിന്നാ മതി. ഞാൻ രാവിലെ ഉള്ളി നിന്ന് ഓളെടുത്ത് കിടക്കാൻ വന്നാൽ തിരിഞ്ഞൊരു കിടത്താ. എന്നിട്ട് നിങ്ങൾ ഉള്ളി നിന്നില്ലേ? അതുകൊണ്ട് എനിക്ക് ഉള്ളി കാണാൻ തന്നെ പേടിയാ. അപ്പൊ എന്റെ വായിൽ നിന്ന് വരുന്ന ഉള്ളിയുടെ മണം എന്റെ ഭാര്യ പിടിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ ഞാൻ ഉള്ളി തിന്നുവോ? നിങ്ങളെ മോന്റെ വായിൽ നിന്ന് വരുന്ന സിഗരറ്റിന്റെ മണം നിങ്ങൾക്ക് പിടിക്കാൻ കഴിയൂല. കാരണം എന്താ? നിങ്ങൾ മോന്റെ അടുത്ത് നിൽക്കുന്നില്ല, ബാപ്പ അടുത്ത് നിൽക്കുന്നില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പാത അതിലൊന്നുമില്ല. പിന്നെ ബാക്കി എല്ലാത്തിലും മതിയോ? 5 നേരം നിസ്കരിച്ച ബാപ്പയാവോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലെ ബാപ്പയെ നമ്മൾ കാണണ്ടേ? മിമ്പറിന്റെ മുകളിൽ ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഖുതുബ നിർത്തി വെച്ചിട്ട് കയറി പേരക്കുട്ടികളെ കയ്യിലെടുത്ത് വീണ്ടും മിമ്പറേക്ക് കയറിയ കാരുണ്യത്തിന്റെ നിറകുടമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ കാണണ്ടേ? നമ്മളെ മക്കളുടെ മുമ്പിൽ നമ്മൾ ആരാ? മീശം വിരിച്ചിട്ട് ബാപ്പേ എന്താ ബാപ്പ? നിങ്ങൾ ആലോചിക്ക്, ഈ മാറ്റം ഉണ്ടാക്കാതെ എങ്ങനെയാ നമ്മുടെ മക്കളെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക? സ്കൂൾ വിട്ട് കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിക്ക് ഓടി വീട്ടിലെത്താൻ തോന്നണ്ടേ? സഹോദരിമാരെ, ഉമ്മന്റെ അടുത്ത് കണ്ട് ഓടി വരാൻ തോന്നുന്നുണ്ടോ നമ്മളെ കുട്ടിക്ക്? സ്കൂൾ വിട്ടാ ഓള് ചൊറിഞ്ഞിങ്ങനെ നിൽക്കുക പെൺകുട്ടി. എന്തേ? ഇവിടെ പോയിട്ട് ഇപ്പൊ കേക്കണ്ടേ അല്ലേ? നമ്മുടെ ആൺകുട്ടിയൊക്കെ എന്താ വീട്ടിൽ വരാൻ തോന്നാത്ത? ഭർത്താക്കന്മാർക്ക് എന്താ വീട്ടിൽ വരാൻ തോന്നാത്ത? എന്താ? അവിടെ സ്നേഹത്തിന്റെ നിറകുടമായ പെണ്ണില്ല. ഒരു വീട്ടിലെ പെണ്ണ് സന്തോഷവതിയായാൽ ആ വീട് മൊത്തം സന്തോഷത്തിലാവും. നിങ്ങൾ ആലോചിക്കണം, വീട്ടിലെ പെണ്ണ് പ്രശ്നം ഉണ്ടാക്കിയ വീട് മൊത്തം അലങ്കോലമായി. ഇവിടെയാണ് കാലിക മാറ്റങ്ങൾക്കെതിരെ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് നീന്താൻ കഴിഞ്ഞില്ലെങ്കിൽ നമുക്ക് TV വേണം, നമുക്ക് പിന്നെ വാട്സപ്പ് വേണം, നമുക്ക് ഫേസ്ബുക്ക് വേണം, നമ്മുടെ വീട്ടിൽ ഡാൻസ് വേണം, പാട്ട് വേണം. കോഴിക്കോട് ജവഹർ കോളനി എന്നൊരു കോളനി ഉണ്ട്. ആ ജവഹർ കോളനിയിലെ കോടിക്കണക്കിന് രൂപ വരുന്ന ഫ്ലാറ്റിൽ നിന്ന് ഒരിക്കൽ കാറുമായി രാത്രി 7:30 മണിക്ക് എന്റെ വീടും തേടി വന്നു 2-3 ചെറുപ്പക്കാര്. 7:30 മണിക്ക് കോഴിക്കോട്ടെ ഫ്ലാറ്റിൽ നിന്ന്. ഞാൻ പറഞ്ഞു, എന്തേ സാർ? ഒരു കൗൺസിലിംഗ് ആവശ്യമാണ്. ഞാൻ പറഞ്ഞു, ഇപ്പം നടക്കൂല, നട്ടപ്പാതിരക്കാണോ കൗൺസിലിംഗ്? ഒരു പറഞ്ഞു, നടക്കൂല, നിങ്ങൾ വന്നേ പറ്റുള്ളൂ, പ്രശ്നമാണ്. ഞാൻ പോയപ്പോ ഒരു പെൺകുട്ടിയാ. ആ പെൺകുട്ടി അന്യമതക്കാരനായ ഒരുത്തന്റെ കൂടെ ഒളിച്ചോടിയ പെൺകുട്ടിയാ. ആ പെൺകുട്ടി റൂമിലിരിക്കുന്നു. എന്നെ കൊണ്ടുപോയി, സാറൊന്ന് സംസാരിക്കണം, അവൾ ഒളിച്ചോടിയതാണ്. ഞാൻ കയറിയപ്പം തന്നെ എന്താ കണ്ടറിയ നിങ്ങൾക്ക്? വീട്ടിന്റെ ഉള്ളിൽ സോഫ ടൈൻ്റെ ഇരുത്തനുണ്ട്, വലിയൊരു കീബോർഡ്. എന്റെ പിരി ഒച്ചുണ്ടാക്കുന്ന സാധനം ഇങ്ങനെ വായിക്കണം, വലിയൊരു കീബോർഡ്. അതിങ്ങനെ സ്റ്റാൻഡിന്റെ മുകളിലൊക്കെ വെച്ചിന്, അടിപൊളി. പിന്നെ എന്താണെന്നറിയോ? വലിയൊരു TV, അതിന്റെ സൗണ്ട് സിസ്റ്റം. ഇതൊക്കെ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഓള് പോയില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. ഞാൻ ചോദിച്ചു, ഇത്രയും നേരം വൈകിയത് എന്താ? കുറച്ച് നേരത്തെ പോണ്ടിയാണല്ലോ. ഒക്കെ 19 വയസ്സായി. നോക്കണ്ടേ? എവിടെയാ നമുക്ക് തെറ്റുപറ്റിയത്? നിങ്ങൾക്ക് ധൈര്യമുണ്ടോ നമ്മുടെ വീട്ടിൽ നിന്ന് TV കേബിൾ കണക്ഷൻ കട്ട് ചെയ്യാൻ? ധൈര്യമുണ്ടോ? ഇല്ലല്ലോ. എന്നാ പിന്നെ മിണ്ടാതൊക്കെ നല്ലേ, ഇങ്ങനൊക്കെ തന്നെ പോയിക്കോട്ടെ ഇരിക്കാൻ നല്ലേ. നമ്മളെ കുട്ടികൾ സുഖാണ്. കല്യാണം കഴിഞ്ഞ് തിരിച്ചെത്തി. മിനിയാന്നത്തെ ന്യൂസാ പേപ്പറിൽ. കാമുകിയും കാമുകനും കല്യാണം തിരിച്ചെത്തി. എന്ത് സുഖം നിങ്ങൾക്ക്! ഓഡിറ്റോറിയം ബുക്ക് ചെയ്യണ്ട, വെപ്പാരനെ ഏൽപ്പിക്കണ്ട, കോഴിക്ക് വേണ്ടി പറയണ്ട, വിളിക്കാൻ ഓടണ്ട. ഓലെന്നെ കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചെത്തിക്കോളൂ. വാപ്പാ കഴിഞ്ഞിട്ടാ? ഓ ശരി മോളെ, നല്ല ഉപകാരം, സ്വർണ്ണം വാങ്ങണ്ട. നിങ്ങൾ ആലോചിക്കും, അങ്ങനെയെങ്കിൽ കുട്ടിയും അങ്ങനല്ലേ പോവുള്ളൂ. ഒഴുക്കിനനുസരിച്ച് ഞാനും നിങ്ങളും പോവാണെങ്കിൽ കുട്ടി അങ്ങനെ തന്നെയല്ലേ പോവുള്ളൂ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്ക്. എന്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അവന് കേരളത്തിലെ ഒരു ചാനലിൽ പൈസ എന്താ പറയാ, അതിന് ഷെയർ എടുത്തിട്ടുണ്ട്. ഒരു ചാനലിന് ഷെയർ എടുത്ത ആളാ. അയാളൊരു ദിവസം കാറിലിങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എന്നോട് പറയാണ്, കുട്ടികളൊക്കെ ഭയങ്കര പ്രശ്നമാണ്, ഫുൾ TV ആണ്. ഞാൻ പറഞ്ഞു, കാണട്ടെ, നല്ല ചാനൽ വളരുള്ളൂ, നല്ല ലാഭം ഉണ്ടാവുള്ളൂ. അപ്പൊ അയാൾ ചോദിക്കുക, അങ്ങനെയല്ല, ഇപ്പൊ എങ്ങനെ ഇപ്പൊ നിർത്തുക, നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഞാൻ പറഞ്ഞു, എന്തിനാ നിർത്തുന്നത്? നിങ്ങൾ ഷെയർ കൂടിയതല്ലേ, നിങ്ങൾക്ക് പറയാൻ ധാർമ്മികത ഉണ്ടോ ഈ കുട്ടിയോട് ഇത് കാണരുത്? അപ്പൊ നമുക്കിതൊന്നും താല്പര്യമില്ലാതെ നമ്മൾ എങ്ങനെ മാറും? എവിടെയാ നമ്മുടെ കുടുംബത്തിന്റെ അലകും പിടിയും പോയത്? അവിടെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം പ്രിയപ്പെട്ടവരെ.